പ്രിയമുള്ളവരെ നമസ്കാരം. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ രാജ്യത്ത് പല തരങ്ങളിൽ നടക്കുക. രാമക്ഷേത്രം ഹൈന്ദവ മതവിഭാഗത്തിൻ്റെ ഒരു ആരാധനാലയമാണ്. ശിവൻ, രാമൻ, കൃഷ്ണൻ ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ദേവഗണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ശ്രീരാമൻ. അതുകൊണ്ട് ശ്രീരാമനെ ആരാധിക്കുന്നത് ഹിന്ദുക്കളുടെ അവകാശമാണ്. ആ അവകാശം ഏതെങ്കിലും ഒരു ഹിന്ദു മുറുകെ പിടിക്കുന്നുണ്ടെങ്കിലോ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അത് തടയാനോ ചെറുക്കാനോ ഒന്നും ആർക്കും അവകാശമില്ല എന്നൊക്കെയുള്ള നിരവധി വാദമുഖങ്ങൾ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുക. ഈ വാദങ്ങളും ഈ വാദമുഖങ്ങളും കേട്ടാൽ സ്വാഭാവികമായി തോന്നുക ഹിന്ദുമത വിഭാഗത്തിലെ ഹൈന്ദവ വിശ്വാസികളായ ആളുകൾ അവരുടെ ആരാധനാമൂർത്തിയായ രാമനെ ആരാധിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ ആരൊക്കെയോ തടയാനോ തടസ്സപ്പെടുത്താനോ ചെല്ലുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോ? രാമനെയോ കൃഷ്ണനെയോ ശിവനെയോ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിൻ്റെയോ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളുടെ ആരാധനയെയോ ആരാധനാലയങ്ങളെയോ തകർക്കുകയോ നശിപ്പിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത് മുന്നോട്ട് പോകുന്ന, അത് ശിരസാവഹിക്കുന്ന പ്രവർത്തകരോ സംഘാടകരോ സംഘടനകളോ ഉള്ള ഏതെങ്കിലും ഒരു സമൂഹം ഈ രാജ്യത്തുണ്ട് എങ്കിൽ അത് ആരാണ് എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം. അത് ബാബരി മസ്ജിദ് തകർത്ത ആളുകൾ തന്നെയാണ്. മഹാത്മാഗാന്ധിയെ വധിച്ച ആളുകൾ തന്നെയാണ്. ഗുജറാത്തിലും ഭിവണ്ടിയിലും ബിജനോറിലും സൂററ്റിലും അലിഗറിലും ജബൽപൂരിലുമെല്ലാം ധാരാളം കലാപങ്ങൾ നടത്തി ഒരു മതവിഭാഗത്തെയും ജനവിഭാഗത്തെയും കൊന്നൊടുക്കണം, അവർ ഈ നാട് വിട്ടു പോകണം, ഖബർസ്ഥാനിലേക്ക് പോകണം, പാകിസ്ഥാനിലേക്ക് പോകണം എന്നെല്ലാം ആക്രോശം മുഴക്കുന്ന ആ വിഭാഗം ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പേര് പച്ചയായി പറഞ്ഞാൽ രാഷ്ട്രീയ സ്വയംസേവക് സംഘ് എന്നാണ് പറയുക. അല്ലാതെ RSS എന്ന രാഷ്ട്രീയ സ്വയംസേവക് സംഘ് എന്ന ആ പ്രസ്ഥാനമല്ലാതെ ഇങ്ങനെ ഒരു വെറുപ്പിൻ്റെ മുദ്രാവാക്യം, ഒരു വിദ്വേഷത്തിൻ്റെ മുദ്രാവാക്യം ഈ രാജ്യത്ത് അധികം ആരും ഉയർത്തിയിട്ടില്ല. ഒരുപക്ഷെ അധികം ആരെങ്കിലും ഉയർത്തി എന്ന് പറഞ്ഞാൽ ഉയർത്തിയിട്ടുള്ള ചില ആളുകൾ ശിവസേനയോ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള RSSൻ്റെ ആശയങ്ങളും ആശയഗതികളും ഉൾക്കൊണ്ടിട്ടുള്ള ഹിന്ദുത്വവാദികളായ ആളുകൾ തന്നെയാണ്. അല്ലാതെ മറ്റൊരു വിഭാഗവും അങ്ങനെ ഈ രാജ്യത്തൊരു മുദ്രാവാക്യം മുഴക്കിയതായി നമുക്ക് കാണാൻ സാധിക്കില്ല. അവിടെയാണ് രാമൻ എന്നുള്ളത് ഹിന്ദു മതവിഭാഗത്തിൻ്റെ ഒരു ദൈവമാണെന്നും ആരാധ്യനാണെന്നും ആ ആരാധ്യനെ ആരാധിക്കാൻ വേണ്ടി പോകുമ്പോൾ അത് തടസ്സപ്പെടുത്തുന്നത് ശരിയല്ല എന്നുമുള്ള വാദവും പറച്ചിലും കരച്ചിലും സങ്കടങ്ങളും സങ്കട രൂപത്തിലും പ്രതികാര രൂപത്തിലും പ്രതിഷേധ രൂപത്തിലുമൊക്കെ നാട്ടിൽ പറയുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള വസ്തുത എന്താണ്? 1528 ബാബർ അദ്ദേഹത്തിൻ്റെ ഗവർണർ അയോധ്യ കേന്ദ്രമാക്കി അന്നത്തെ ഔദ് എന്ന് പറയുന്ന രാജ്യത്ത് ആ പ്രദേശത്ത് ഒരു പള്ളി നിർമ്മിച്ചു. പള്ളി നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ച് ഇസ്ലാമിക ആരാധനാ കർമ്മങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ നിഷ്ഠയെ സംബന്ധിച്ച് ഒക്കെ കൃത്യമായി അറിവുള്ള ഏതൊരു മനുഷ്യനും അറിയാം. അതിക്രമിച്ചു കയറിയ ഇടങ്ങളിലോ ഭൂമിയിലോ മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളോ തകർത്തോ മഠങ്ങളോ സന്യാസ മഠങ്ങളോ ഒക്കെ തകർത്ത് ഒരു ആരാധനാലയം നിർമ്മിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല അത് തകർക്കാൻ തന്നെ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു മതവും ഒരു വിശ്വാസവുമാണ് ഇസ്ലാമിക സമൂഹം പിന്തുടരുന്നത്. അങ്ങനെ പിന്തുടരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയുള്ള നീതിബോധമുള്ള ഒരു സമൂഹത്തിലെ ആളുകൾ അവർ രാജാധികാരം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്ത് അവിടെ ഒരു മസ്ജിദ് നിർമ്മിച്ച് ആ മസ്ജിദിൽ ആരാധന നിർവഹിക്കും എന്ന് സങ്കല്പിക്കുക പോലും സാധ്യമല്ല. കാരണം ആ ആരാധനാലയത്തിൽ പിന്നീട് ആരാധന നിർവഹിക്കുന്ന ഒരാളിൻ്റെയും ആരാധന അങ്ങനെയാണെങ്കിൽ സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനെ സ്വീകരിക്കപ്പെടാത്ത ഒരു ഇടത്ത് അത്തരമൊരു ആരാധനാകർമ്മം നിർവഹിക്കാൻ ഏതെങ്കിലും മുസ്ലിങ്ങൾ തയ്യാറാവുമോ? അവിടെയാണ് ഇസ്ലാമിക സമൂഹത്തിലെ മുസ്ലിം വ്യക്തി ജീവിതങ്ങളിലെ വിശുദ്ധി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പരിലസിച്ച് നിൽക്കുന്നത്. അങ്ങനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള
മസ്ജിദുകൾ ഏറ്റവും വിശുദ്ധമായ സ്ഥലത്ത് ഏറ്റവും വിശുദ്ധമായ നിലയിൽ, അതും ദൈവത്തിന് വഖഫ് ചെയ്തുകൊണ്ട് എല്ലാ മനുഷ്യർക്കും, വിശ്വാസികളായ ആളുകൾക്ക്, എല്ലാ മനുഷ്യർക്കും തണലായി അവർക്ക് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും ആ ഇടത്ത് തുല്യതയോടെ സമത്വത്തോടെ നിൽക്കുന്നതിനുമുള്ള വിഭാവന ചെയ്യുന്ന ഇടങ്ങളായിട്ടാണ് മസ്ജിദുകളിൽ. അത്തരമൊരു മസ്ജിദ് മീർബാക്കി നിർമ്മിക്കുകയും ബാബറിൻ്റെ പേരിൽ അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും വഖഫാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നവും പ്രതിസന്ധിയും രൂപപ്പെട്ടു. എന്താണത്? ആ ബാബരി മസ്ജിദ് രാമൻ ജനിച്ച അതേ സ്ഥലത്ത്, ആ വീട് അല്ലെങ്കിൽ രാമൻ ആ കാലത്ത് ജനിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജ് തകർത്തിട്ടാണ് ഇവിടെ ഈ പള്ളി പണിതത് എന്ന അർത്ഥത്തിലേക്ക് വരാൻ പോകുന്ന കാലത്ത് ചരിത്രം ഉണ്ടാവാൻ പോവുകയാണ്. ഞാൻ പറയുന്നത്, ആ കാലത്ത് അയോധ്യയിലുണ്ടായിരുന്ന രാമൻ ജനിച്ച ആശുപത്രിയിലെ മെഡിക്കൽ കോളേജിൻ്റെ ആ സിസേറിയൻ റൂം അല്ലെങ്കിൽ ആ പ്രസവ മുറി അത് ഇടിച്ചു നിരത്തിയിട്ടാണ് ബാബരി മസ്ജിദ് നിർമ്മിച്ചത് എന്നൊക്കെ ചരിത്രത്തിൽ നാളെ പറയുന്ന പ്രധാനമന്ത്രിമാരോ മുഖ്യമന്ത്രിമാരോ എം പിമാരോ എം എൽ എമാരോ രാഷ്ട്രീയക്കാരോ സിനിമാക്കാരോ സിനിമ നിർമ്മിക്കുന്ന ആളുകളോ സംവിധായകരോ എഴുത്തുകാരോ ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെ രാമൻ ജനിച്ചു വീണ സ്ഥലം അത് വീടാണോ കൊട്ടാരമാണോ അത് ആശുപത്രിയാണോ എന്നൊന്നും തന്നെ പറയാതെ ആ രാമൻ ജനിച്ച സ്ഥലത്താണ് ബാബരി മസ്ജിദ് നിർമ്മിച്ചത് എന്ന് പറയും. എന്ന് പറഞ്ഞുകൊണ്ടാണ് 1875 മുതൽ ചില സന്യാസിമാരെ മുൻനിർത്തിയിട്ടുള്ള ചില പ്രചരണങ്ങൾക്ക് ഹിന്ദുത്വ ശക്തികൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആ കാര്യങ്ങൾ 1857 ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അതിശക്തമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ രൂപം ഉണ്ടാകുന്നത്. ആ സ്വാതന്ത്ര്യ സമര അനന്തരമാണ് ബ്രിട്ടൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുക്കുന്നത്. അവർ അധികാരം ഏറ്റെടുത്ത ശേഷം 1857 മുതൽ തൊട്ടടുത്ത 61 കാലം വരെ ഉള്ള ഒരു സന്ദർഭത്തിൻ്റെ ഇടയിൽ പിന്നീട് പല മാറ്റങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യയുടെ ഭൂപടത്തിൻ്റെ ഉള്ളിൽ ഇന്ത്യയിലെ ചിന്നച്ചേറിയ ജനവിഭാഗങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന ഒന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഒരു 10 വർഷം പിന്നിടുമ്പോൾ 1857-നും 1868-നുമൊക്കെ ഇടയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നുമാണ് 1870-കളിലും 71-ലുമൊക്കെ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഹിന്ദു മുസ്ലിം സംഘടനം എന്ന് ബ്രിട്ടീഷുകാർ എഴുതി ചേർത്ത ചില കാര്യങ്ങളുണ്ടായി. അതിനു മുമ്പ് തന്നെ നമ്മൾ നോക്കൂ, 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ ബ്രിട്ടീഷുകാരൻ എഴുതി വെച്ച അവൻ്റെ ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പന്നിയുടെ കൊഴുപ്പ് അപ്പുറത്തും പശുവിൻ്റെ നെയ്യ് ഇപ്പുറത്തും ചേർത്ത് വെച്ചപ്പോൾ അതൊരു കലാപം ഉണ്ടാവാനുള്ള കാരണമായി. അതാണ് ശിവായി ലഹള എന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചരിത്ര കപടതയുടെ കാപട്യത്തിൻ്റെ ഉടമകൾ കൂടിയാണ് ബ്രിട്ടീഷുകാർ. അപ്പോൾ അവർ 1870-കൾ ആകുമ്പോഴേക്കും ഈ രാജ്യത്ത് ചില കലാപങ്ങളെ കൃത്യമായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുണ്ടാവുന്ന കലാപമാണ് എന്ന് വരുത്തി തീർത്തു. ആദ്യം ബ്രിട്ടനെതിരെ ഉണ്ടായിട്ടുള്ള 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പശുവിൻ്റെ നെയ്യും പന്നിയുടെ കൊഴുപ്പും തമ്മിലുള്ള ഒരു മിശ്രിത സംസ്കാര വർഗീയതയെ കൂട്ടിച്ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഇടമായി അവർ ഉപയോഗപ്പെടുത്തിയെങ്കിൽ 1870-കളിൽ അതൊരു ഹിന്ദു മുസ്ലിം കലാപമായി തന്നെ അടയാളപ്പെടുത്തുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ 1870-കൾക്ക് ശേഷം 4-5 വർഷം കഴിയുമ്പോൾ ഇവിടെ ആര്യ സമാജം എന്ന പേരിലൊരു ബ്രാഹ്മണ അധീശ വർഗത്തിന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ യോജിപ്പിന് വേണ്ടിയിട്ടുള്ള ആര്യ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള ആര്യശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ആര്യവർത്തത്തിന് വേണ്ടിയിട്ടുള്ള വാദങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദയാനന്ദ സരസ്വതിയെ പോലെയൊക്കെയുള്ള ആളുകൾ പിന്നീട് അതിൻ്റെ ഉപജ്ഞാതാക്കളായി മുന്നോട്ട് പോരും. പിന്നീട് 1885-ലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവും. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവുന്ന കാലത്ത് പല മൂവ്മെൻറ്റുകളും പലതരത്തിൽ ആര്യ സമാജത്തിൽ നിന്ന് വിഘടനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഉദ്ദീപനം നേടിക്കൊണ്ട്
ഈ രാജ്യത്ത് ഉണ്ടായി വരുന്നുണ്ട്. അവർ പിൽക്കാലത്ത് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് ബാബറി മസ്ജിദിന് നേരെയുള്ള സമരവും സമര ആഹ്വാനങ്ങളും. അന്ന് തന്നെ ബാബറി മസ്ജിദിനെ പൂർണ്ണമായി തകർത്തെറിയണമെന്ന ആവശ്യമൊന്നും അവർ ആര്യ സമാജത്തിൻ്റെ ആളുകളോ അതിന് മുൻകൈ എടുത്തിട്ടുള്ള ആളുകളോ അതുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള ആര്യ ബ്രാഹ്മണ മേധാവികളോ മുന്നോട്ട് വച്ചിട്ടില്ല. പകരം അവർ മുന്നോട്ട് വച്ചിട്ടുള്ളത്, അവർ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്, അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ബാബരി മസ്ജിദിൻ്റെ അതിരിന് തൊട്ട് താഴെ അല്ലെങ്കിൽ അതിൻ്റെ മതിലിന് താഴെ രാം ചബുത്ര എന്ന് പറയുന്ന ഒരു ഇടമുണ്ടെന്നും ആ ഇടത്തിൽ ആരാധന നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തരണമെന്നും ഒക്കെയുള്ള ആവശ്യങ്ങളാണ് ആ കാലത്ത് 1885 കാലത്ത് അവർ ഉയർത്തിയിരുന്നത്. പിന്നീട് പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി മുന്നോട്ട് പോരുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരികളിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്ന പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലും ഇന്ത്യയിലേക്കുമായി ജനങ്ങൾ ചിന്നിച്ചിതറി ഓടുന്ന സന്ദർഭത്തിൽ അവരുടെ ചോര, അവരുടെ സമ്പത്ത്, അവരുടെ ശരീരങ്ങളൊക്കെ കൊത്തിവലിക്കുന്ന കഴുകന്മാരായി അതിർത്തി പ്രദേശങ്ങളിൽ പാറിപ്പറന്ന് നടന്ന വർഗീയവാദികൾ, വിധ്വംസകവാദികൾ, നശീകരണത്തിൻ്റെ ഉപജ്ഞാതാക്കൾ രാജ്യത്ത് ആഭ്യന്തര ശത്രുക്കളെ എഴുതുകയും തയ്യാറാക്കുകയും പഠിപ്പിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും അവരെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള കായിക അഭ്യാസങ്ങളും ആയുധങ്ങളും ആയുധ പരിശീലനങ്ങളും സ്വായത്തമാക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ അവർ എന്തു ചെയ്തു? ഈ ബാബരി മസ്ജിദിൽ ഒരു രാത്രിയിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. ആ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ വിഗ്രഹ പ്രതിഷ്ഠ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുസ്ലിം സമൂഹത്തിലെ ആളുകൾ നീതിയെയും ന്യായത്തെയും ജനാധിപത്യത്തെയും ഈ രാജ്യം നൽകുന്ന സുരക്ഷാ ബോധത്തെയും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ജനായത്ത ആശയത്തെയും സാമൂഹിക അന്തരീക്ഷത്തെയും ഐക്യബോധത്തെയും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ കോടതിയിലേക്ക് പോയി. പക്ഷേ അവർ കോടതിയിലേക്ക് പോകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ബാബരി മസ്ജിദ് നിലനിന്ന ഫൈസാബാദ് ജില്ലയിലെ കളക്ടറായിരുന്ന KK നായർ, അദ്ദേഹം വളരെ ആസൂത്രിതമായി മുസ്ലിങ്ങൾ ആ വിഗ്രഹം എടുത്തു മാറ്റാതിരിക്കുന്നതിന് വേണ്ടി ആ പള്ളി അടച്ചിടുന്നതിന് വേണ്ടിയുള്ള കരുക്കൾ നീക്കി. അതിന് കോൺഗ്രസ് ഗവൺമെൻറ് ആ കാലത്ത് എല്ലാവിധ പിന്തുണയും ചെയ്തു കൊടുത്തു. എനിക്ക് വ്യക്തമായി പറയാനുള്ളത്, കേന്ദ്രം ഭരിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള ആഭ്യന്തര മന്ത്രി ഉൾപ്പെടെയുള്ള ഉപപ്രധാനമന്ത്രിമാരുൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ അതിൽ കൈ അഴിഞ്ഞ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വിഗ്രഹം അവിടെ ഇരുന്നത്. പകരം ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയിലെ ഘടാഘടിയനായിട്ടുള്ള നിരീശ്വരവാദിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് നിർദ്ദേശിക്കുമ്പോൾ അതിലേറ്റവും പ്രമുഖനായി വന്ന് ആ പദം ഏറ്റെടുത്ത് ഈ രാജ്യത്തെ നയിച്ച ജവഹർലാൽ നെഹ്റു പറഞ്ഞ ഒരു വാക്കുണ്ട്, ആ വിഗ്രഹങ്ങളെടുത്ത് സരയൂ നദിയിലെറിയുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ മതേതര വിശ്വാസികളും, ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അവരുടെ ഹൃദയത്തിൽ തങ്കലിപിയിൽ കൊത്തി സ്വർണ്ണ കൂടാരത്തിൻ്റെ ഉള്ളിലാക്കി അവരുടെ വീടുകളിലും അവരുടെ മനസ്സുകളിലും ഇന്നും സൂക്ഷിക്കുകയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ വാക്ക്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത്, ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ഒരു ഘടാഘടിയനായ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നയിക്കുവാനും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടുമ്പോൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുവാനും യോഗ്യനായ, കഴിവുള്ള, കരുത്തനായ ഒരു ജനാധിപത്യവാദിയായ ഒരു നേതാവിന് ഈ വിഗ്രഹം ബാബരി മസ്ജിദിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാൻ അത്ര പ്രയാസമുണ്ടാകുമായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് ധിക്കരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്ക് ധിക്കരിക്കുന്ന BJPക്കാരോ അദ്ദേഹത്തിൻ്റെ വാക്ക് ധിക്കരിക്കുന്ന RSSകാരോ അല്ല ഉത്തർപ്രദേശ് ഭരിച്ചിരുന്നത്. ആ ഭരിച്ചിരുന്ന ആളുകൾ മഹാത്മാഗാന്ധിയുടെ അനുയായികളായ, രാമരാജ്യത്തിൻ്റെ പ്രാണാതാക്കളായ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ശിഷ്യന്മാരായ ഗോവിന്ദ വല്ലഭ പന്തുവിനെ പോലുള്ള കോൺഗ്രസ്സുകാരായിരുന്നു അവിടെയും ഭരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ കർണാടകയിലെയും അതുപോലെ തന്നെ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഒക്കെ കോൺഗ്രസ്സുകാരെ പോലെയുള്ള കോൺഗ്രസ്സുകാരനായി ഒരുപാട് ആളുകൾ നാട്ടിലുള്ളപ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ചത് തെറ്റാണ്, അവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് തെറ്റാണ്, താൽക്കാലിക ക്ഷേത്രം നിർമ്മിച്ചത് തെറ്റാണ്, അവിടെ മുസ്ലിങ്ങളെ ആട്ടി ഓടിച്ചതും മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് ആ മസ്ജിദ് പിടിച്ചു വാങ്ങിയതും
ഒക്കെ തെറ്റാണ് എന്ന് 1000 വട്ടം പറയുന്ന ആളുകളൊക്കെ രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ പോകുന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞങ്ങോട്ട് പോയിട്ട് ഒരു തുലാഭാരം നടത്താൻ പോകുന്നുണ്ട് എന്ന് പറയുന്ന RSSൻ്റെ മൈൻഡുമായി ജീവിക്കുന്ന അത്തരം ആളുകൾ ആ കാലഘട്ടത്തിലും ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വസ്തുതാപരമായ യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ നിലപാട് നമുക്ക് രൂപപ്പെടുത്തേണ്ടി വരുന്നത്. അങ്ങനെ നമ്മുടെ നിലപാട് നമുക്ക് രൂപപ്പെടുത്തേണ്ടി വരുമ്പോൾ, ആ നിലപാടുമായി നമുക്ക് മുന്നോട്ട് പോരേണ്ടി വരുമ്പോൾ, ആ ചർച്ചകളിൽ നമുക്ക് പങ്കെടുക്കേണ്ടി വരുമ്പോൾ, രാമക്ഷേത്രം എന്നുള്ളത് ഹൈന്ദവ മതവിശ്വാസികളുടെ ആരാധനാ കേന്ദ്രമാണ് എന്നുള്ളതല്ല, അത് മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും പവിത്രമായി 4 നൂറ്റാണ്ടുകാലം ആരാധന നിർവഹിച്ചിരുന്ന ബാബരി മസ്ജിദ് തകർത്ത് തരിപ്പണമാക്കി അത് വലിച്ചെറിഞ്ഞ ശേഷം അവിടെ നിർമ്മിക്കപ്പെടുന്ന അതിക്രമത്തിൻ്റെയും അക്രമത്തിൻ്റെയും കയ്യൂക്കിൻ്റെയും കാടത്വത്തിൻ്റെയും തെമ്മാടിത്തത്തിൻ്റെതുമായ അധിനിവേശമാണ് അവിടെ നടപ്പാക്കുന്നത്. ആ അധിനിവേശം അനീതിയാണ്, അത് അക്രമമാണ്, അത് നീതിയല്ല. അതാരൊക്കെ നീതിയാണെന്ന് പറഞ്ഞാലും, അതാരൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞാലും, അത് ആരൊക്കെ ഏതെല്ലാം തരത്തിലുള്ള നന്മകളായോ വിശ്വാസമായോ വാഴ്ത്തിയാലും അത് വിശ്വാസമല്ല, അത് അക്രമമാണ്, അത് അനീതിയാണ്, അത് നീതി നിഷേധമാണ്. യഥാർത്ഥ നീതി അത് ബാബരി മസ്ജിദ് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അവിടെ ഒരു മസ്ജിദ് നിർമ്മിക്കുകയാണ് നീതി. ബാബരി മസ്ജിദിൻ്റെ അതേ ആകൃതിയിലും മാതൃകയിലും അതേ അർത്ഥത്തിലുള്ള നീതി അവിടെ പുലർത്തുകയാണ് കരണീയമായിട്ടുള്ള ആവശ്യകത. യഥാർത്ഥത്തിൽ രാജ്യത്തെ ഹിന്ദുമത വിശ്വാസികളായ ആളുകൾ, രാജ്യത്ത് രാമനെ ആരാധിക്കുന്ന യഥാർത്ഥ ഭക്തരായ ആളുകൾ, അവർ ആവശ്യപ്പെടേണ്ടത് ഇത് ഒരു രാമൻ്റെ ക്ഷേത്രമല്ല, പകരം RSS അല്ലെങ്കിൽ സംഘപരിവാർ അല്ലെങ്കിൽ വർഗീയവാദികളും വർഗീയ ശക്തികളും ഈ രാജ്യത്ത് ഉയർത്തുന്ന വിഭജന രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ തറക്കല്ലിടലാണ്, രാഷ്ട്രീയമായ മുദ്രാവാക്യമാണ്, രാഷ്ട്രീയമായ അജണ്ടയാണ്, രാഷ്ട്രീയമായ പ്രചരണമാണ്. ആ പ്രചരണത്തിലും ആ അജണ്ടകളിലും നമുക്ക് പങ്കുകൊള്ളാൻ സാധിക്കുകയില്ല. അവിടെ ബാബരി മസ്ജിദാണ് നീതി, അതുകൊണ്ട് നമുക്ക് ഇതിൽ പങ്കില്ല എന്നാണ്. ഈ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും ഈ രാജ്യത്തിൻ്റെ പൗരബോധവും ഒക്കെ പറയുന്ന ആളുകളുണ്ട് എങ്കിൽ അവർ ഉയർത്തിപ്പിടിക്കേണ്ട ആശയവും മുദ്രാവാക്യവും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഈ വിഷയമായി സൂചിപ്പിക്കാൻ തോന്നുന്നത്. ഈ അഭിപ്രായങ്ങളോട് നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പുമായ അഭിപ്രായങ്ങൾ പങ്കുവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.